ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എന്തൊക്കെ എല്ലാവരുടെ വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? ഞാനും ഫാമിലിയും സുഖമായിട്ടിരിക്കുന്നു. അങ്ങനെ രാവിലെ എണീറ്റ് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഉമ്മ അവിടെ അപ്പം ചുടണം കേട്ടോ. ഞാനപ്പോൾ രാവിലെ നല്ല തണുപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് നേരം നിന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുക കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. തണുപ്പ് അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനങ്ങനെ ചായ എടുക്കാൻ വേണ്ടി പോയിട്ടോ. മിന്നുവാണെന്നുണ്ടെങ്കിൽ നല്ല മൊബൈൽ കളിയാണ്. പിന്നെ അപ്പം അതുകൊണ്ട് തന്നെ ഓള് മൈൻഡ് ആക്കണമെന്നില്ല. ഞാൻ വരുന്നു, ഞാൻ ചായ എടുക്കണു. അപ്പം ഞാൻ ഓൾക്കും നപ്പെടുത്തോട്ടെ വിചാരിച്ചിട്ട് പ്ലേറ്റൊക്കെ നീക്കി കൊടുത്തിട്ടോ. ഓളപ്പോഴും ഫോണുമ്പോൾ തന്നെ. അപ്പോൾ നോക്കുമ്പോൾ സിനിമ സെലക്ട് ചെയ്യണം. എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സിനിമ എല്ലാവരും കാണും കേട്ടോ ഞങ്ങൾ. അപ്പം അതുകൊണ്ട് തന്നെ ടി വിയും കാര്യങ്ങളും കേട് വന്നിക്കാണ്. അപ്പം അതുകൊണ്ട് ഫോണിലാണ് ഇടുന്നത്. അപ്പോൾ നല്ലൊരു സിനിമയൊക്കെ ഇട്ടു കേട്ടോ. വീട് പണിയിൽ ടി വി കേടന്നു കേട്ടോ. അത് നല്ലൊരു സങ്കടമായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ടി വി മേടിച്ചണം. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഫോണിപ്പോൾ ടി വി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഫോണിൽ നമ്മളെടുത്ത് വെച്ച് കാണാൻ ഫോണിപ്പോൾ ഉണ്ടെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഫോണിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഹെസമോളാന്നുണ്ടെങ്കിൽ നീച്ചിട്ടില്ല. യേസു നീച്ചിക്കൊണ്ടോ. ഓനവിടെ വെറുതെ കിടക്കുകയാണ്. പിന്നെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് വരുന്നില്ല. അപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ട്. അപ്പം തന്നെ ഞാൻ എൻ്റെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉമ്മ വീണ്ടും അപ്പം ചൂട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താട്ടി ബാക്കിയുള്ളതൊക്കെ ഞാൻ ചൂടാൻ വിചാരിച്ചു. ഉമ്മാനോട് പറഞ്ഞു ഉമ്മ പോയിട്ട് ഭക്ഷണം കഴിച്ചോ പറഞ്ഞു. അപ്പം ഉമ്മ എല്ലാതും എല്ലാവരതും കഴിഞ്ഞിട്ടാ കേട്ടോ അമ്മ ഇരിക്കുക. അപ്പം ഞാൻ പറയും അങ്ങനെ വേണ്ട, പിന്നെ ഞങ്ങളെ കൂടെ തന്നെ ഇരുത്തു. ഇനിയിപ്പോൾ എത്ര കഴിഞ്ഞാലും ഉമ്മ എല്ലാവരും കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഇരിക്കുക. പക്ഷേ അത് ആദ്യമൊക്കെ കേട്ടോ. അപ്പം അങ്ങനെയല്ല, അപ്പം ഞങ്ങളെ കൂടെ ഉമ്മ ഇരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഞങ്ങൾ കഴിച്ച സമയത്ത് അനിയന്മാരൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓലൊക്കെ നീച്ചിട്ട് തന്നെയല്ല. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ചുട്ടോളെ പറഞ്ഞിട്ട് ഞാൻ ചുട്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഇന്ന് ഞങ്ങളെപ്പോൾ വരിക കേട്ടോ ദുബായിൽ നിന്ന്. അപ്പം അതുകൊണ്ട് തന്നെ കൊണ്ടാൻ പോവുകയാണ്. കുട്ടികളും ഉമ്മയൊക്കെ പോകുന്നുണ്ട്. ഞാൻ പോണില്ല വിചാരിച്ചിട്ടാണ്. കാരണം ഹെസമോൾക്ക് വയ്യാന്ന് കേട്ടോ, ജലദോഷവും കാര്യങ്ങളും. എനിക്കാണെന്നുണ്ടെങ്കിലും പിന്നെ നല്ല ക്ഷീണമായിരിക്കും പോയി കഴിഞ്ഞാൽ. അപ്പം ഞാൻ പോണില്ല എന്നാണ് വിചാരിച്ചിരുന്നു. പക്ഷെ ഉമ്മ പറഞ്ഞു പോരണം പറഞ്ഞിട്ട് അങ്ങനെ നിർബന്ധിച്ച്. ഹെസമോൾക്ക് ഒന്നാമത് വയ്യ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എന്തായാലും പോണില്ല വിചാരിച്ചാണ്. പക്ഷേ വണ്ടിയും കാര്യങ്ങളൊക്കെ റെഡിയായി പോകാൻ വിചാരിച്ചു. പിന്നെ മോൾക്ക് ഇടാൻ വേണ്ടി ഡ്രസ്സ് നോക്കുമ്പോൾ നിറച്ച് ചള്ളിട്ടോ. അപ്പം ഞാൻ ഒന്ന് തിരുമ്പാണ്. ഇതെന്തായാലും ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് തിരുമ്പി റെഡിയാക്കി വെക്കുക കേട്ടോ. പിന്നെ ഞങ്ങൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞാനും ഉമ്മയും അനിയത്തിയും ഇസും ഹെസയാട്ടോ പോണത്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാനും പറഞ്ഞതാട്ടോ ഉമ്മാനോട് ഞാനില്ല. കാരണം ഞാൻ പെട്ടെന്ന് ക്ഷീണം വരും കേട്ടോ എനിക്ക്. പിന്നെ അതേപോലെ കൂടുതൽ യാത്ര എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പക്ഷെ എന്താന്ന് വെച്ചാൽ നല്ല ക്ഷീണം വരും എനിക്ക്. യാത്ര ഛർദി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എൻ്റെ പോലെ തന്നെ കേട്ടോ എൻ്റെ ചെറിയ അനിയനും. ഓനോട് ഞങ്ങൾ പറഞ്ഞു പോര് പറഞ്ഞു. ഓൻ എന്ത് പറഞ്ഞാലും ഞാനില്ല. പിന്നെ അപ്പം ഞാൻ വണ്ടി കയറിയ സമയത്ത് കിടക്കൽ തുടങ്ങിയതാട്ടോ. പിന്നെ വീഡിയോ എടുക്കേണ്ട കാര്യം ആലോചിച്ചിട്ട് മാത്രം വീഡിയോ എടുക്കുകയാണ്. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു എനിക്ക്. മനങ്ങനെ പറയുന്നുണ്ട് എന്തിനാ എന്നെ കൊടുക്കുന്നത് എന്നുള്ളത് ചോദിക്കണമുണ്ട്. കാരണം വയ്യാന്നു. കാറ് കയറി കഴിഞ്ഞാൽ എന്ത് വണ്ടിയിലാണെന്നുണ്ടെങ്കിലും സ്കൂട്ടി വേണമെങ്കിൽ തിരക്കടില്ല. അതേപോലെ ട്രെയിനിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ബസ്സിലും കാറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. എൻ്റെ അനിയനും പോകുന്നില്ല കേട്ടോ. ഓന് ഓനക്ക് അല്ലേലേ വയ്യാന്നു. ഓനും പറഞ്ഞു ഞാനിതേപോലെ ഛർദ്ദിക്കും എന്ന് പറഞ്ഞു. ഇപ്പം വരികയെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷെ ടിക്കറ്റും കാര്യങ്ങളും പെട്ടെന്നാട്ടോ എടുത്തത്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ഒരനിയന് ടൂറ് പോയിക്കുക കേട്ടോ. ഓനിപ്പോൾ അല്ലെങ്കിൽ ഓൻ പോന്നിരുന്നു. ഓന് എല്ലാറ്റിനും ഉഷാറാട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഓനിപ്പോൾ അതേപോലെ ഫ്രണ്ട്സുകളുടെ കൂടെ ടൂറ് പോയിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ വരുന്നത് ടിക്കറ്റ് എടുക്കണതിന് മുന്നേ പോയിക്കും കേട്ടോ ഓന്. അപ്പം ഞങ്ങളങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്ത് വയ്യാന്ന് പറഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോസും കാര്യങ്ങളും എടുക്കുന്നുണ്ട് കേട്ടോ നീച്ചിട്ട്. പിന്നെ ഇപ്പാനെ കാണാനുള്ളൊരു സന്തോഷമുണ്ട് കേട്ടോ. ഒരു 1.5 വർഷം ആയിക്കണം കേട്ടോ ഇപ്പോൾ പോയിട്ട്. ഞങ്ങളങ്ങനെ കൊണ്ടോട്ടി എത്തിട്ടോ. അപ്പം ഞങ്ങൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാനിവിടെ ഇറങ്ങിയിരിക്കണ് പറഞ്ഞിട്ട് കേട്ടോ. ഇപ്പം ഇറങ്ങിയ സമയത്ത് ഞങ്ങൾക്ക് എത്താൻ പറ്റില്ല കേട്ടോ. ഞങ്ങൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് എത്തിയത്. കാരണം ഞാനില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പോരേണ്ട ഒരു തീരുമാനമായിരുന്നു. കുട്ടിക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ. അപ്പം അതുകൊണ്ട് എന്നാൽ തന്നെ ഞങ്ങൾ പോരുന്ന സമയത്ത് ഹെസമോളൊക്കെ നല്ല ഛർദിയും കാര്യങ്ങളൊക്കെ ആയിട്ടോ. പിന്നെ മാസ്കൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ ഞങ്ങൾ പോന്നു.
അപ്പോൾ എന്തായാലും ഞങ്ങൾ എയർപോർട്ട് എത്തി. ഇവിടെ ഞങ്ങൾക്ക് കുറേ നേരം നിൽക്കേണ്ടി വന്നില്ല കേട്ടോ. പാവപ്പയാണ് കൂടുതൽ നേരം ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തത്. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് നേരത്തെ പോന്നാൽ മതിയെന്നു കേട്ടോ. പക്ഷേ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും ഞങ്ങൾക്ക് ഇപ്പാനെ കൂടുതൽ നോക്കേണ്ടിയൊന്നും വന്നില്ല. എന്താണ് ഇപ്പം ഞങ്ങളെ കത്ത് ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ ഇവിടെ നിന്നുള്ള കൂടുതൽ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. ഇപ്പാനെ കാണുന്നതോ സംസാരിച്ചതോ ഒരു വീഡിയോസും ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ടില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. ഹെസമോളാണെന്നുണ്ടെങ്കിൽ പാപ്പ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുകയാണ്, പക്ഷെ പോണില്ല കേട്ടോ. അങ്ങനെ 2-2:30 ആയപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. പിന്നെ എന്താണ് വൈകുന്നേരം ഞങ്ങൾക്ക് നെയ്ച്ചോറും ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കൊന്ന് എന്താണ് ടൗൺ വരെ പോവാണ്ടായിരുന്നു, ഞാനും എൻ്റെ അനിയനും പാടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡ്രസ്സ് ചെയ്തിട്ടിരിക്കുക കേട്ടോ. ഭക്ഷണം കഴിച്ചിട്ട് വേണം പോകാൻ വിചാരിച്ചിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ് ലൈക്ക് ചെയ്യുന്നുണ്ടോ, കമൻറ്റ് ചെയ്യുന്നുണ്ടോ. ഓക്കെ.